അലീനയോട് മുത്തശ്ശി പറയാണ്, നിനക്ക് ആദ്യമേ തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും അറിയിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ, ഇവിടെ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാന്ന് പറയട്ടോ, നീ അതെല്ലാം മറച്ചു വെച്ചു. അവസാനം ആ മോതിരം കൊണ്ടുവന്ന് കാണിച്ചപ്പോഴെങ്കിലും വൈജിയോട് നിനക്ക് പറയാമായിരുന്നു എന്ന് പറയട്ടോ. നീ അതും പറഞ്ഞില്ല എന്ന് പറയട്ടോ. എന്താണെങ്കിലും ഇപ്പം ആകെ പ്രശ്നമായില്ലേ, ആരാണെങ്കിലും നിന്നെ തന്നെ കുറ്റപ്പെടുത്തേ ഉള്ളൂ എന്ന് പറയണം മുത്തശ്ശി. അപ്പോൾ അലീന പറയുന്നുണ്ട്, വേറെ എന്ത് കാരണം പറഞ്ഞിട്ടാണെങ്കിലും എന്നെ പറഞ്ഞയച്ചാൽ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ ഇത് ഞാൻ ഒരിക്കലും അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞിങ്ങനെ വിഷമിക്കാട്ടോ. കാരണം ഒരു അപവാദമാണല്ലോ ഈ പറഞ്ഞേക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രൻ രാത്രിയിൽ വീട്ടിലേക്ക് വരുന്ന കേട്ടോ. വന്നിട്ട് വൈജയുടെ കയ്യിലേക്ക് ആ മോതിരം കൊടുക്കുകയാണ്. നീ ഇത് അലീനയ്ക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്ക് എന്ന് പറയട്ടോ. അതെന്താ ചോദിക്കുകയാണ്. അത് ഗോൾഡ് ഒന്നല്ല, അത് റോൾഡ് ഗോൾഡ് ആണെന്ന് പറയാട്ടോ. അല്ല അപ്പം വൈജ പറഞ്ഞ, അല്ല പിന്നെ ഹരി സ്വർണ്ണമൊക്കെ വാങ്ങിച്ചു കൊടുക്കുമോ, ഹരി അത്ര മണ്ടനൊന്നുമല്ല എന്ന് പറയാട്ടോ. അപ്പം ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഹരി ബുദ്ധിമാനാണെന്നാണോ നീ പറയുന്നത്? പിന്നെ അല്ലാണ്ട് അല്ലെങ്കിൽ ഒരു വെറുതെ ഒരു മോതിരമൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ അവൻ ചെയ്യുമോ? അവന് കുറച്ചൊക്കെ ബുദ്ധിയൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ അവൻ ചെയ്ത കാര്യം നല്ല കാര്യമാണെന്നാണോ നീ പറയുന്നത് ചോദിക്കുകയാണ്. ആമ്പിള്ളേരല്ലേ ബാലചന്ദ്ര, കുറച്ച് കുസൃതിയൊക്കെ കാണിക്കും, അതിനെ നമ്മൾ അങ്ങനെ കണ്ടാൽ മതി. അപ്പോൾ അലീന മാത്രമാണോ തെറ്റുകാര്യം ചോദിക്കുക കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ആമ്പിള്ളേർ ഇങ്ങനെ ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ ആണുങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാനമര്യാദയൊക്കെ നോക്കി അടങ്ങി ഒതുങ്ങി ജീവിക്കേണ്ടത് ആ വേലക്കാരികളല്ലേ, സെർവൻസ് അല്ലേ എന്ന് പറയാട്ടോ. ഇപ്പോഴും നീ അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. അവൻ ചെയ്തതൊന്നും ഒരു തെറ്റല്ല. അവനൊരു രാത്രി ഇവിടെ ഒരു ഗൂഢ ഉദ്ദേശത്തോട് കൂടിയിട്ട് വന്ന് തങ്ങിയതൊന്നും ഒരു തെറ്റല്ല അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ആമ്പിള്ളേരാകുമ്പോൾ അങ്ങനെ പല കുസൃതികളും കാണിക്കും. ചോരത്തിളപ്പിൻ്റെ പ്രായമല്ലേ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ നോക്കിയും കണ്ടും നിൽക്കേണ്ടത് വന്ന് കയറിയ ആ പെണ്ണല്ലേ, അവൾ കാരണമല്ലേ, അവൾ വന്നതുകൊണ്ടല്ലേ ഇതൊക്കെ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അലീനെ തന്നെ ഇങ്ങനെ കുറ്റം പറയുമ്പോൾ വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ, ഇനിയിപ്പോൾ എന്താണ് നിൻ്റെ തീരുമാനം, എന്താണ് നിൻ്റെ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ, ഇങ്ങനെ ഒരു പെണ്ണിനെ ഇനിയൊരു നിമിഷം വീട്ടിലെ ആണുങ്ങളെ വശീകരിക്കുന്ന ഒരു പെണ്ണിനെ ഒരു നിമിഷം പോലും ഇനി ഇവിടെ നിർത്താൻ പറ്റത്തില്ല, നാളെ തന്നെ പറഞ്ഞയക്കണം എന്നാണ് എൻ്റെ തീരുമാനം എന്ന് പറയുമ്പോൾ, അത്രയ്ക്ക് വേണം, അത്രയ്ക്ക് കടുത്തൊരു തീരുമാനം വേണമെന്ന് ചോദിക്കുകയാണ്. വേണം, അല്ലാന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ല എന്ന് പറയാട്ടോ വൈജയന്തി. എന്നാൽ പിന്നെ നീ അവളോട് പറഞ്ഞേക്ക് നാളെ ഇവിടെ നിന്ന് പോവാൻ എന്ന് പറയുമ്പോൾ, ഞാൻ പറയില്ല, ബാലചന്ദ്രൻ തന്നെ പറഞ്ഞാൽ മതി, ബാലചന്ദ്രനല്ലേ കൂട്ടിക്കൊണ്ടുവന്നത്, കടിച്ച പാമ്പ് തന്നെ വിഷം ഇറക്കണം എന്ന് പറയട്ടോ. ഞാൻ തന്നെ പറയണമെന്ന് ചോദിക്കുമ്പോൾ വേണമെന്ന് പറയണം വൈജയന്തി, എന്നാൽ നീ അവളെ ഇങ്ങോട്ടേക്ക് വിളിക്കുമെന്ന് പറയട്ടോ. അങ്ങനെ വൈജയന്തി അലീനെ വിളിക്കാനായിട്ട് പോവാണ്. വൈജയന്തി അലീനയും കൂട്ടി വരാട്ടോ. ആകെ വിഷമിച്ചിട്ടാണ് ബാലചന്ദ്രന് നിൽക്കുന്നത്. ബാലചന്ദ്രന് അത്രയ്ക്ക് താല്പര്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അലീന വരുമ്പോൾ അലീനയോട് എന്താ സാർ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നാളെ മുതൽ നിന്നെ ഇവിടെ ജോലിക്ക് വേണ്ടെന്നാണ് തീരുമാനം, നാളെ ഇവിടെ നിന്ന് പോകണമെന്ന് പറയട്ടോ. അപ്പോൾ എന്താ സാർ കാരണം എന്ന് ചോദിക്കുമ്പോൾ, കാരണങ്ങൾ പലതുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇതൊരു ശിക്ഷയാണല്ലോ, ശിക്ഷിക്കപ്പെടുമ്പോൾ എന്തിനാണ് ശിക്ഷിക്കപ്പെടുന്നതെന്നുള്ള കാരണം അറിയാനുള്ള ന്യായമായ അവകാശം എനിക്കില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എണ്ണി പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് വൈജയന്തി ഇച്ചിരി രണ്ട് മാറി നിൽക്കട്ടോ. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് കുറേ കുറ്റങ്ങൾ പറയാനുണ്ടാവും, തെറ്റുകളൊക്കെ പറയാനുണ്ടാവും, നിനക്ക് അതിനൊക്കെയുള്ള ന്യായീകരണങ്ങളും ഉണ്ടാവും, പക്ഷേ അന്തിമ തീരുമാനം നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കുക എന്നത് തന്നെയായിരിക്കും എന്ന് പറയട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, സാർ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ എന്തിൻ്റെ പേരിലാണെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്, എന്നോട് ഇറക്കി വിടുന്നത് എന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും എന്ന് പറയട്ടോ. ആ സമയത്ത് വൈജയന്തി വന്നിട്ട് പറയുന്നുണ്ട്, ഇനി ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല, നിന്നോട് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു, ഇത് പറയാനാണ് വിളിച്ചത്, ഇനി പൊക്കോ എന്ന് പറയണം അലീനയോട്. അലീനയാണെങ്കിൽ ബാലചന്ദ്രനെ ഇങ്ങനെ നോക്കുക കേട്ടോ. ബാലചന്ദ്രൻ അലീനയെ ഫേസ് ചെയ്യാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അലീന ഇങ്ങനെ ബാലചന്ദ്രനെ നോക്കുന്നുണ്ടെങ്കിലും അയാൾ പെട്ടെന്ന് നോട്ടം മാറ്റിയിട്ട് ബാഗ് എടുത്തുകൊണ്ട് അകത്തേക്ക് പോവാട്ടോ. അപ്പം ഒരു ചിരിയോടെ ഇങ്ങനെ അലീനയെ നോക്കി നിൽക്കുകയാണ് വൈജയന്തി, ഒരു വിജയഭാവത്തിലുള്ളത്. പെട്ടെന്ന് അലീന തിരിഞ്ഞ് വൈജയന്തിയെ നോക്കുന്ന സമയത്ത് വൈജയന്തിയും പെട്ടെന്ന് തിരിയാട്ടോ, അവൾക്ക് മുഖം കൊടുക്കാതെ തിരിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അലീന പിന്നെ അവിടെ നിന്ന് തിരിഞ്ഞ് പോകുമ്പോൾ വൈജയന്തി തിരിഞ്ഞിട്ട് ഒരു വിജയ ചിരി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അലീന മുത്തശ്ശിയുടെ കയ്യിൽ എണ്ണ പുരട്ടിയിട്ട് തിരുമ്മി കൊടുക്കുന്ന കേട്ടോ. നമുക്കിനി കുറച്ച് ചൂട് പിടിക്കാൻ മുത്തശ്ശി എന്ന് പറയുമ്പോൾ, നാളെ മോള് എന്നോട് കിഴി പിടിച്ചു തരാമെന്നല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുക കേട്ടോ. അതിന് നാളെ ഞാൻ ഇവിടെ ഇല്ലല്ലോ മുത്തശ്ശി, ഞാൻ പോവുകയാണല്ലോ, എന്നോട് പോകാൻ പറഞ്ഞേക്കാണ്. അതോ നീ എങ്ങോട്ട് പോകാനാ? അത് വൈജ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതായിരിക്കും. അല്ല മുത്തശ്ശി, ഇപ്പോഴത്തെ സീരിയസ് ആണ്, അങ്ങനെ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അവൾക്ക് എന്തിൻ്റെ സൂക്കേടാണ്, അവൾക്ക് എല്ലാം പിടിവാശിയാണ്, നീ എങ്ങോട്ട് പോകാനാന്നൊക്കെ ചോദിക്കുക കേട്ടോ. നീ എവിടെയും പോവണ്ട, ഞാൻ അപ്പോൾ എൻ്റെ കാര്യം
വീണ്ടും കഷ്ടത്തിലാവുമല്ലേ എന്നൊക്കെ പറയട്ടോ മുത്തശ്ശി. ഞാൻ പോയാലും മുത്തശ്ശിയെ നോക്കാനായിട്ട് നല്ലൊരാൾ വരും. ആര് വന്നാലും നിന്നെപ്പോലെ ആവും, എൻ്റെ കാര്യം കഷ്ടത്തിലാവും വീണ്ടും എന്നൊക്കെ പറയട്ടോ. സാരമില്ലെന്നേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാനല്ലെങ്കിൽ ഇവിടെ നിൽക്കാത്തതാണ് നല്ലത്. ഇവിടെ വരാനും എല്ലാവരെയും കാണാനും ഒക്കെ ഭാഗ്യം കിട്ടിയല്ലോ. ഇഷ്ടമില്ലാതെയും സംശയത്തിൻ്റെയും പേരിലൊക്കെ ഇവിടെ നിൽക്കാത്തത് നല്ലതാണെന്നൊക്കെ പറയുമ്പോൾ, നീ എങ്ങോട്ട് പോകും കുഞ്ഞെന്ന് ചോദിക്കട്ടോ. അതൊന്നും അറിയില്ല, എന്നാലും പോകുന്നതാണ് നല്ലതെന്ന് പറയട്ടോ. നീ ആ ബാലനെ ഒന്ന് ഇങ്ങോട്ട് വിളിച്ചാൽ ഞാൻ സംസാരിക്കാം അവനോടെന്ന് പറയുമ്പോൾ, വേണ്ട, എനിക്ക് വേണ്ടി മുത്തശ്ശി സംസാരിക്കേണ്ട എന്ന് പറയാണ് അലീന. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയട്ടോ. അപ്പം ഞാൻ ഇടയ്ക്ക് വരും, മുത്തശ്ശിയെ കാണാനായിട്ട് ഞാൻ വരും എന്നൊക്കെ പറയുമ്പോൾ, എൻ്റെ കുഞ്ഞ് ഇങ്ങനെയൊന്നും പറയല്ലേ, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നിനക്ക് ഉറപ്പാണല്ലോ എന്ന് ചോദിക്കട്ടോ. ഈ മുത്തശ്ശിയുടെ ഓരോരോ ചോദ്യങ്ങൾ, മുത്തശ്ശിക്ക് എന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ല അല്ലേ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ വിഷമം കൊണ്ട് ചോദിച്ചു പോയതാണ് മോളെ, ഞാനൊന്ന് അവരോട് സംസാരിക്കട്ടെ, ജയമോളോട് സംസാരിക്കട്ടെ. വേണ്ട മുത്തശ്ശി, ആരോടും ഒന്നും സംസാരിക്കേണ്ട, ഞാൻ പോകുന്നതായിരിക്കും നല്ലത്. ദൈവം എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാവും, അത് നടക്കട്ടെ എന്ന് പറയാണ് അലീന. ഞാൻ ചൂടുവെള്ളം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവാട്ടോ. എന്നിട്ട് പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രൻ ഇങ്ങനെ കണക്കൊക്കെ നോക്കി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈജയന്തി അങ്ങോട്ടേക്ക് വരും കേട്ടോ. എന്നിട്ട് പിന്നെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രൻ നാളെ അവളെ എങ്ങോട്ട് പറഞ്ഞയക്കാനാണ് തീരുമാനം ചോദിക്കുകയാണ്. അവൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് കൊണ്ടാക്കാം എന്ന് പറയാട്ടോ. അങ്ങനെ വെറുതെ പറഞ്ഞേക്കാൻ പറ്റത്തില്ല. അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി അവൾക്ക് എന്തെങ്കിലും തട്ടുകേട് സംഭവിച്ചാൽ നമ്മൾ സമാധാനം പറയണ്ടേ? എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടൊക്കെ കൂട്ടിക്കൊണ്ടുവന്നതല്ലേ, അതുകൊണ്ട് അവളെ എവിടെ നിന്നാണോ കൊണ്ടുവന്നത് അങ്ങോട്ടേക്ക് തന്നെ കൊണ്ടാക്കണം എന്ന് പറയാട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ടേ, ഞാനല്ല എഗ്രിമെൻറ്റ് സൈൻ ചെയ്തതും കൂട്ടിക്കൊണ്ടുവന്നതും മനുവാണ്. മനുവിന് എന്തറിയാം, അവൻ കൊച്ചു ചെറുക്കനല്ലേ, ശിവേട്ടൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് അവൻ്റെ കാര്യങ്ങൾ കൂടി നോക്കേണ്ടത് ബാലചന്ദ്രനല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഞാൻ എന്താ ഇനി വേണ്ടത്, ഞാൻ കഴക്കൂട്ടത്ത് കൊണ്ടുപോയിടണോ എന്ന് ചോദിക്കട്ടോ ബാലചന്ദ്രൻ തന്നെ കൊണ്ടുപോയി ആക്കണം. അവിടെ സ്നേഹനികേതനൊന്നുമില്ല എന്ന് പറയാട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അവിടെ സിസ്റ്റർമാരുടെ കോൺവെൻറ്റില്ലേ, അവിടെ കൊണ്ടാക്കണം എന്ന് പറയണം. അതിനാദ്യം അവൾ അങ്ങോട്ട് പോകാൻ തയ്യാറായില്ലെങ്കിലോ, അതിനാദ്യം അവളോടൊന്ന് സംസാരിക്കുക, അവളോട് ചോദിക്കുക എന്ന് പറയണ വൈജയന്തി. ഞാൻ ചോദിക്കുന്നില്ല, നീ എന്നെ പോയി ചോദിക്കുമെന്ന് പറയുമ്പോൾ, എനിക്കെങ്ങനെ വയ്യ, എനിക്ക് അവളുടെ മുഖം കാണുന്നതേ വെറുപ്പാണ്, നാണം കെട്ടവൾ, അതുകൊണ്ട് ബാലചന്ദ്രൻ തന്നെ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രനെ പറഞ്ഞേക്കാട്ടോ. അപ്പോൾ തന്നെ പറയുന്നുണ്ട്, കടിച്ച പാമ്പ് തന്നെ വിഷയിറക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് വൈജയന്തി. പിന്നീട് കാണിക്കുന്നത് അലീന ഇങ്ങനെ മുത്തശ്ശിയുടെ ഡ്രസ്സൊക്കെ എടുത്ത് അലമാരിയിൽ വെക്കേട്ടോ, സെറ്റുമെൻ്റ് എവിടെയാണ്, സാരി എവിടെയാന്നൊക്കെ പറയുന്നുണ്ട്. ഇനി മുത്തശ്ശിയെ നോക്കാൻ വരുന്നവരോട് പറയണം, ഇതൊക്കെ ആകെ അലങ്കോലാക്കി ഇടരുതെന്ന് പറയണം. ഇനി നീ പോയിട്ട് ഇവിടെ എന്നെ നോക്കാൻ ആരും വരാനില്ല, ആരും വരണ്ട എന്നൊക്കെ പറയണം. അയ്യോ അപ്പോഴേക്ക് പിണങ്ങിയോ എന്നൊക്കെ പറയാട്ടോ. ഇനി നീ ഇല്ലാതെ എനിക്ക് വേറെ ആരും എന്നെ അങ്ങനെ നോക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഡോറിൽ ഇങ്ങനെ മുട്ടുന്നത് കേട്ടോ. അപ്പം ഇങ്ങോട്ട് കയറിപ്പോരെ എന്ന് പറയണം മുത്തശ്ശി. അപ്പോൾ കയറി വരുന്നത് ബാലചന്ദ്രനാണ്. കയറി വരുമ്പോൾ തന്നെ അലീനയെ കണ്ടിട്ട് അലീനയെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ, ആ ബാല നീയായിരുന്നു, നിന്നെ ഞാനൊന്ന് കാണാനിരിക്കുകയായിരുന്നു, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ കൊച്ചിനോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഈ കൊച്ചിനെ ഇങ്ങനെയൊക്കെ ചെയ്ത് പറഞ്ഞയക്കാൻ പോകുന്നതെന്ന് ചോദിക്കാട്ടോ മുത്തശ്ശി. അമ്മയുടെ മോളോട് തന്നെ ചോദിക്കുകയും, മോളല്ലേ തീരുമാനം എടുത്തേക്കുന്നത്, നീയല്ലേ ഇവിടുത്തെ കുടുംബനാഥൻ, നിനക്ക് തീരുമാനിച്ചൂടെ ചോദിക്കുമ്പോൾ, എൻ്റെ അമ്മയും വൈജിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ ഇവിടെ നിർത്താൻ പറ്റില്ല, പിന്നെ സ്വസ്ഥമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ, നമുക്ക് നമ്മുടെ കുടുംബമല്ലേ വലുത് എന്ന് പറയണം. ഈ കൊച്ചിനെ കണ്ടിട്ട് നിനക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് തോന്നുന്നുണ്ടോ ബാല എന്നൊക്കെ ചോദിക്കാട്ടോ. എന്തോ ഒരു ശരികേടുണ്ടെന്ന് ബാലചന്ദ്രൻ ആ സമയത്ത് പറയട്ടോ. അത് കേട്ടിട്ട് ആകെ ഷോക്ക് ആവണ അലീന. അപ്പോൾ പറയുന്നുണ്ട്, എന്തോ ഒരു ശരികേടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഏറ്റവും നന്നായി ജോലിയൊക്കെ ചെയ്യുന്നതിൽ എല്ലാ കാര്യങ്ങളും നോക്കും, ജോലി മാത്രം ചെയ്താൽ പോരല്ലോ അമ്മേ, കുറച്ചുകൂടി സത്യസന്ധത വേണ്ടേ എന്നൊക്കെ പറയാണ് ബാലചന്ദ്രൻ. എന്താണെങ്കിലും വൈജയുടെ തീരുമാനം മാറ്റാൻ നമുക്കൊന്നും പറ്റില്ല, അവൾക്ക് ഇഷ്ടമില്ലാത്തത് നമ്മളിവിടെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നും പ്രശ്നങ്ങളായിരിക്കും ഈ വീട്ടിലെന്നൊക്കെ പറയാണ് ബാലചന്ദ്രൻ. അതിനുശേഷം അലീനയുടെ അടുത്തേക്ക് വന്നിട്ട് സംസാരിക്കുക കേട്ടോ. നിനക്ക് എങ്ങോട്ടാ പോകേണ്ടതെന്ന് ചോദിക്കാൻ ബാലചന്ദ്രൻ, ഞാൻ കഴക്കൂട്ടത്തേക്ക് തന്നെ പോകാനാണ് തീരുമാനം എന്ന് പറയാട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വേഗം റെഡി ആയിക്കോ, ഞാൻ അവിടെ കൊണ്ടാക്കാമെന്ന് പറയണം. അത് വേണ്ട സാർ, ഞാനൊരു ബസ് പിടിച്ച് പൊക്കോളാം എന്ന് പറയാട്ടോ അലീന. അത് വേണ്ട, അത് പറ്റില്ല, ഞങ്ങൾ എഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്ത് നിന്നെ കൂട്ടിക്കൊണ്ടുവന്നതിൽ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്, നീ അവിടെ തന്നെ എത്തിയോ എന്നുള്ളത് ഞങ്ങൾക്ക് എങ്ങനെ അറിയാനായിട്ട് പറ്റും എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത്, ഞാൻ ഇനിയിപ്പോൾ അവിടെ എത്തിയോ എത്തിയില്ലേ എന്നുള്ളത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ എന്ന് പറയുമ്പോൾ, ഞങ്ങൾക്ക് ആ ഉത്തരവാദിത്തം ഉണ്ട്, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്ന് പറയാട്ടോ. ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലും അപ്പോൾ അലീന പറയുന്നുണ്ട്, 22 വർഷക്കാലം ഒരു അനാഥയായിട്ട് ജീവിച്ചവളാണ് ഞാൻ, ഒരു ആളുകളുടെ സന്മനസ് കൊണ്ട് അന്നം കഴിച്ചവളാണ്, ഇന്ന് വരെ ആരെക്കൊണ്ടും ഞാൻ കള്ളി എന്ന് പറയിപ്പിച്ചിട്ടില്ല, ആരും എന്നെ വിളിച്ചിട്ടുമില്ല, ഇങ്ങനെ ഒരു ചീത്ത സ്വഭാവം, ഒരു ചീത്ത പെണ്ണാണെന്ന് പറയിപ്പിച്ചിട്ടുമില്ല എന്ന് പറയാട്ടോ. അതുകൊണ്ട് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നല്ല അന്തസ്സായിട്ട് എനിക്ക് ജീവിക്കാനായിട്ട് പറ്റും, ഞാൻ അവിടെ എവിടെ പോയി കഴിഞ്ഞാലും ഇവിടത്തേക്കാളും അന്തസ്സായിട്ട് ആത്മാഭിമാനത്തോട് കൂടിയിട്ട് ഞാൻ ജീവിക്കും, ഞാൻ ഇനി ഇവിടുന്ന് പോയി കഴിഞ്ഞ് അവിടെ തന്നെ എത്തിയോ എത്തിയില്ലേ എന്നുള്ളൊരു ടെൻഷനാണ് നിങ്ങൾക്ക്
ഇല്ലെങ്കിൽ അത് വേണ്ട. ഒരു ഔദാര്യത്തിൻ്റെ പുറത്താണ് എന്നെ കൊണ്ടാക്കാനായിട്ട് നിൽക്കുന്നതെങ്കിൽ അത് വേണ്ട. എനിക്ക് ആ ഔദാര്യം വേണ്ട എന്ന് പറയാണ്. അതല്ല, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടി കൊണ്ടാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് എഴുതി ഒപ്പിട്ട് തന്നേക്കാം. എൻ്റെ ഇഷ്ടത്താൽ ഞാൻ പോവുകയാണെന്ന് എഴുതി ഒപ്പിട്ട് തന്നേക്കാം. അതല്ല, എനിക്ക് എന്തെങ്കിലും മോശം രീതിയിൽ സംഭവിക്കുന്ന ചിന്തിച്ചിട്ടാണെങ്കിൽ ഇവിടെ നിന്ന് ഉള്ളതിനേക്കാളും കൂടുതൽ എൻ്റെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ എനിക്ക് പുറത്ത് പറ്റും. സാർ ഇവിടെയുള്ളവരുടെ ആത്മാഭിമാനം സംരക്ഷിച്ചാൽ മതി എന്ന് പറയട്ടോ അലീന. അങ്ങനെ അത് കേട്ടിട്ട് ഇങ്ങനെ അലീന ഇങ്ങനെ നോക്കി ആകെ ഷോക്കായിട്ട് അലീനയുടെ ഇത്രയും സംസാരമൊക്കെ കേട്ടിട്ട് ബാലചന്ദ്രൻ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് അലീന ബ്രിജിത്ത മമ്മിയുടെ ഫോട്ടോയിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ബ്രിജിത്ത മമ്മിയായിട്ട് സംസാരിക്കുന്ന ഒരു രംഗമാണ്. ഇതിനാണോ മമ്മി എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വെച്ചത്? ഇപ്പോൾ ഇത്രയെങ്കിലും ഞാൻ പറയണ്ടേ മമ്മി? അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക, ഒരു അഭിപ്രായം ഇല്ലാത്തവളായി പോവില്ലേ ഞാൻ? എന്നെ ഇങ്ങനെ സംശയിച്ചതിന് ഇത്രയെങ്കിലും ഞാൻ പറയണ്ടേ എന്ന് പറയണേ. സാരമില്ല, എല്ലാം മാറിക്കോളും, നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇതിനാണോ മമ്മി എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത്? ഇതിലും നല്ലത് എൻ്റെ അനാഥമായ ജീവിതമായിരുന്നില്ലേ? ഞാൻ എല്ലാവരെയും സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ, എല്ലാവരെയും കാണാനും ഒക്കെ എനിക്ക് ഭാഗ്യമുണ്ടായി. പക്ഷേ അവരുടെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ. ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടല്ലേ എന്നെ പുറത്താക്കുന്നത്. ഞാനിനി എന്ത് ചെയ്യും മമ്മി എന്നൊക്കെ ചോദിക്കുമ്പോൾ ബ്രിജിത്ത മമ്മി പറയുന്നുണ്ട്, നീ സമാധാനമായിരിക്കും, എല്ലാം ശരിയാവുമെന്ന് പറയാട്ടോ, ധൈര്യമായിട്ടിരിക്കും, ഞാനില്ലേ കൂടെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് അവൾ ആ ഓർമ്മയിൽ നിന്ന് മാറാട്ടോ. അപ്പം മുത്തശ്ശി വിളിക്കുന്നുണ്ട്, മോളെ അലീന എന്ന് വിളിക്കുക കേട്ടോ അവളെ. പിന്നീട് കാണിക്കുന്നത് വൈജയന്തി കമലെടുത്തിയെ വിളിച്ചിട്ട് ഞാനൊന്ന് തീരുമാനിച്ച പിന്നെ അതിന് മാറ്റമില്ല കമലെടുത്തി, നാളെ തന്നെ ഞാൻ അവളെ ഇവിടുന്ന് പറപ്പിക്കുമെന്ന് പറയട്ടോ. ആ സമയത്താണ് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ വൈജ ഫോൺ കട്ട് ചെയ്തിട്ട് ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറയട്ടോ. അവളോട് സംസാരിച്ചോ എന്ന് ചോദിക്കുകയാണ് ബാലനോട്. സംസാരിച്ചു എന്ന് പറയാട്ടോ. എന്താ അവൾ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അവളെ ആരും കൊണ്ടുപോയി വിടണ്ട, അവൾ കഴക്കൂട്ടത്തേക്ക് തന്നെയാണ് പോകുന്നത്, പക്ഷെ ആരും കൊണ്ടുപോയി വിടണ്ട, അവൾ തന്നെ പൊക്കോളാം എന്നാ പറയുന്നതെന്ന് പറഞ്ഞു കേട്ടോ. അവൾക്ക് ആരുടെ ഔദാര്യം വേണ്ടാന്ന് പറഞ്ഞു എന്ന് പറയാണ്. അത് അവളുടെ അഹങ്കാരമല്ലേ ബാലചന്ദ്രൻ? തന്നെ പോവുകയാണെങ്കിൽ പോട്ടെ, നമുക്ക് എന്താ കാര്യം എന്ന് പറയണം. ആ സമയത്ത് ബാലചന്ദ്രൻ പോയിട്ട് ഫോൺ എടുത്തിട്ട് മനുവിനെ ഫോൺ ചെയ്യാട്ടോ. മനുവിനോട് ഹലോ മനു, നീ ബിസിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനുവിനാണ് ഫോൺ ചെയ്യുന്നതെന്ന് മനസ്സിലായപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, അവനെ എന്തിനാണ് അറിയിക്കുന്നത്, അവനോട് എന്തിനാണ് ഇതൊക്കെ വിസ്തരിക്കാൻ നിൽക്കുന്നതെന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ വൈജയന്തിയുടെ അടുത്ത് ദേഷ്യപ്പെടണം, മിണ്ടാതിരിക്കുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ഹലോ അങ്കിളെ പറഞ്ഞോ, ഞാൻ കേൾക്കാമെന്ന് പറയണം. നീ എവിടെയാ മനു, തിരക്കാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ വീട്ടിലുണ്ട്, എനിക്ക് ഇൻഫോ പാക്കിലൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് കൊല്ലപ്പള്ളിയിലേക്ക് പോകുന്നു എന്ന് പറയട്ടോ. അപ്പം നീ സ്ഥലത്തുണ്ടല്ലേ എന്ന് പറയണം. ആ സ്ഥലത്തുണ്ട്. പിന്നെ അങ്കിള് പറഞ്ഞു എന്താ, ഞാൻ കേൾക്കാമെന്ന് പറയുമ്പോൾ ഹരി എന്തേലും ചോദിക്കുകയാണ്. ഹരി കൂട്ടുകാരുടെ കൂടെ മൂവിക്ക് പോയി എന്ന് പറയട്ടോ. അപ്പം അവൻ വരാൻ ലേറ്റ് ആവില്ല, ആ സെക്കൻഡ് ഷോക്കാണ് പോയതെന്ന് പറയണം. അപ്പം എന്താ അങ്കിളെ കാര്യം, എന്തോ ഒരു ഡാർക്ക് മണക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ചെറിയൊരു വിഷയം ഉണ്ടെന്ന് പറയട്ടോ. അപ്പോഴും വൈജ ഇങ്ങനെ തടയുന്നുണ്ട്, എന്താ ഇത് പറയണ്ട എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്കിള് പറയാമെന്ന് പറയുമ്പോൾ ബാലചന്ദ്രമേനും പറയുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുന്നുണ്ട് അലീനയും ഹരിയും കൂടെ എന്തൊക്കെയോ കൊടുക്കൽ വാങ്ങൽ ഇടപാടുകളൊക്കെ ഉണ്ട് മോശമായ രീതിയിൽ എന്ന് പറയട്ടോ. അത് കേട്ടിട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുന്ന ഹരിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.